Hello, welcome to another tutorial from Python Malayalam. ഈ അധ്യായത്തിൽ നമ്മൾ ബേസിക് വിൻഡോയെ കുറിച്ച് അല്പം കൂടി കാര്യങ്ങൾ സംസാരിക്കുന്നു. കൂടാതെ ഒരു ബട്ടൺ എങ്ങനെ PyQt4 ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയിക്കുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബേസിക് ആണെന്ന് കണ്ടു. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് കണ്ടു. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനത് ഒരു വട്ടം കൂടെ ഒന്ന് ഓടിച്ച് പറയുകയാണ്. import sys from PyQt4 import Qt GUI. പിന്നെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, സബ് ക്ലാസ്. അതിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. Q പിടിച്ചിട്ട് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഒരു init മെത്തേഡ് അതിൻ്റെ സൂപ്പർ ക്ലാസ്സിൽ നമ്മൾ കോൾ ചെയ്തു. സെൽഫ് ഡോട്ട് സെറ്റ് വിൻഡോ ടൈറ്റിൽ നമ്മളൊരു ടൈറ്റിൽ നമ്മുടെ വിൻഡോക്ക് നൽകി. പിന്നെ നമ്മൾ സെൽഫ് ഡോട്ട് ഷോ എന്ന മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ഷോ ചെയ്തു. പിന്നെ നമ്മളൊരു മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. മെയിൻ മെത്തേഡിൽ നമ്മൾ Qt GUIയുടെ ഒരു ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ syspams RGB ഇമ്പോർട്ട് ചെയ്തു. ഒരു GUI എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. വിൻഡോസ് സബ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് GUI നമ്മൾ ക്രിയേറ്റ് ചെയ്തു. sys.exit എന്ന് പറയുന്ന ലൈൻ നമ്മൾ അവസാനം ആഡ് ചെയ്തു. അവസാനം നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഈ രൂപത്തിൽ കോൾ ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത്. ഇത് ഏറ്റവും ബേസിക് ആണ്. ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സിമ്പിൾ വിൻഡോ എന്ന് പറയുന്ന വിൻഡോ ലഭിക്കും. നമ്മൾ അതിന് ഐക്കൺ സെറ്റ് ചെയ്യാനും കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഓക്കെ, ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെൽഫ് ഡോട്ട് മൂവ് എന്നുള്ളത് പഠിച്ചു. അപ്പം സംഭവിക്കും, നമ്മുടെ വിൻഡോ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒന്നാണ് സെൽഫ് ഡോട്ട് റീസൈസ്. ഇപ്പോൾ റീസൈസ് ചെയ്തു. നമുക്ക് നമ്മുടെ വിൻഡോ 500 വിഡ്ത്ത് ഹൈറ്റിൽ കിട്ടി. നമുക്കതിനെ റീസൈസ് ചെയ്യാം, മാക്സിമൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് വേറെ രൂപത്തിൽ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇങ്ങനെ സെൽഫ് ഡോട്ട് സെറ്റ് ജിയോമെട്രി 100 100 500 എന്താ സംഭവിച്ച്, മൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് ജിയോമെട്രിയിലെ ഫസ്റ്റിൽ 2, റീസൈസ് എന്നുള്ള ഫംഗ്ഷൻ സെക്കൻഡിലെ 2 പാരാമീറ്റേഴ്സ് ആയി മാറും. നമുക്കറിയാം അതേ റിസൾട്ടാണ് വരുന്നത്. നമുക്ക് വിൻഡോ റീസൈസ് ചെയ്യാം, വലുതാക്കാം. പക്ഷെ 500 എന്നുള്ള സെറ്റിലാണത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പക്ഷേ മറ്റൊരു രൂപത്തിൽ വേണം. അഥവാ നമ്മുടെ വിൻഡോ 500 തന്നെ വേണം, പക്ഷെ ഇങ്ങനെ വലുതാക്കാൻ പാടില്ല, അത് ഫിക്സഡ് ആയിരിക്കണം, അതിനാരും അനക്കാൻ പാടില്ല എന്നാണെങ്കിൽ let's use another method like self dot set fixed size 500. സോ ഇപ്പം നമ്മുടെ വിൻഡോ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ നമുക്ക് ഒരിക്കലും അതിനെ വലുതാക്കാൻ കഴിയില്ല. കണ്ടോ, ഇവിടെ നമുക്ക് ഐക്കൺ മൗസ് പോയിന്റർ മാറുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വലുതാക്കാം. നമുക്കതിനെ മാക്സിമൈസ് ചെയ്യാനും കഴിയില്ല. ഫിക്സ്ഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇനി ഇതിന് വേറെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ സെൽഫ് ഡോട്ട് സെറ്റ് ഫിക്സ്ഡ് ഹൈറ്റ് മാത്രം ഫിക്സ് ചെയ്യണം, ഇവിടുത്തെ എങ്ങനെയും കൂടാം. അപ്പോൾ ഹൈറ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടോ, ഇവിടെ പോയിന്റർ നമുക്കിതിനെ വലുതാക്കാൻ കഴിയില്ല, ഇങ്ങനെ വലുതാക്കാൻ കഴിയും. അതേസമയം നമുക്ക് വിടുത്ത് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഫിക്സ്ഡ് ഹൈറ്റ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് സെൽഫ് ഡോട്ട് സെറ്റ് ഫിക്സ്ഡ് വിഡ്ത്ത്. നമുക്ക് ഒരു 300 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ 300 ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് വലുതാക്കാൻ കഴിയില്ല, അതേസമയം നമുക്ക് ഇങ്ങനെ വലുതാക്കാം. ഓക്കെ, നമുക്കതിനെ മാക്സിമൈസ് ചെയ്യാനൊന്നും കഴിയില്ല. ഓക്കെ, സോ ഈ രൂപത്തിലെല്ലാം നിങ്ങൾക്ക് വിൻഡോയെ റീസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ സെറ്റ് ജിയോമെട്രിയിലേക്ക് തന്നെ മാറ്റി നമുക്ക് ഇഷ്ടം പോലെ അതിനെ മൂവ് ചെയ്യാം, വലുതാക്കാം, ചെറുതാക്കാം, സെറ്റ് ജിയോമെട്രി ആക്കി. ഇനി നമുക്ക് ഒരു ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ബട്ടൺ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഇതിനുള്ളിൽ. പക്ഷേ
പൊതുവെ കാണപ്പെടുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമുക്കൊരു മെയിൻ മെനു ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. മറിച്ച് ബട്ടൺസ്, ലിസ്റ്റുകൾ, മറ്റു വിഡ്ജറ്റുകളൊക്കെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതാറ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ അതിന് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് സെൽഫ് ഡോട്ട് ഹോം. എന്താണ് സെൽഫ് ഡോട്ട് ഹോം? അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഹോം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഈ ഹോമാണ് ഇവിടെ. ഈ ഹോമിനുള്ളിൽ നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഫംഗ്ഷൻ ഇതിനുള്ളിൽ പോയി റൺ ചെയ്യും. ഓക്കെ, സോ ഒരു ബട്ടൺ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. യുവർ ബട്ടൺ എന്നോ മൈ ബട്ടൺ എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ക്യൂട്ട് ഗുയ് ഡോട്ട് ക്യൂ പുഷ് ബട്ടൺ. ഇങ്ങനെയാണ് നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ടണിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. പേര് ക്വിറ്റ്. ബട്ടണിൻ്റെ പുറത്ത് കാണുന്ന ടെക്സ്റ്റ് ക്വിറ്റ്. ഒരു ഒബ്ലിഗേറ്ററി സെൽഫ് നമ്മളതിൽ പാസ് ചെയ്യണം. അഥവാ മെയിൻ വിൻഡോ, ഈ വിൻഡോയുടെ ഒരു ചൈൽഡ് എന്നുള്ള രൂപത്തിലാണ് ഈ ബട്ടൺ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൈ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്വിറ്റ് ബട്ടൺ എന്ന് കാണാം. നമുക്ക് ബട്ടണിൻ്റെ പൊസിഷൻ കുറച്ച് ഉള്ളോട്ട് വരണം. നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേപോലെ തന്നെ ചെയ്യാം. മൂവ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടൺ ഇവിടെ. ഓക്കെ, നമുക്കതിനെ 200 250 കൊടുത്ത് ഇവിടെ. ഓക്കെ, 200 is enough. നമുക്ക് അതിനെ കുറച്ച് വലുതാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വലുതാക്കാം? മൈ ബട്ടൺ ഡോട്ട് നേരത്തെ കൊടുത്ത റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ 100. അപ്പോൾ നമ്മുടെ ബട്ടൺ വളരെയധികം വലുതായി. ഇത്ര എളുപ്പമാണ് ബട്ടൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ക്വിറ്റ് ചെയ്യാം. ഈ ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ക്ലോസ് ആയി പോകണമല്ലോ. അങ്ങനെ എങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പോൾ ഒരു ഈവൻ്റ് അതിന് നമുക്ക് കൊടുക്കണം. മൈ ബട്ടൺ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പാരന്തസിസ് ആവശ്യമില്ല, അത് ഒഴിവാക്കുക. വീണ്ടും ഡോട്ട് കൊടുത്ത് കണക്ട്. അത് 2 പാരന്തസിസ്. ഓക്കെ, കണക്ഷൻ എന്താ വേണ്ടത്? QT. അതിന് നമുക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് ഒരു മൊഡ്യൂൾ കൂടെ ആവശ്യമുണ്ട്. Pyqt4 എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ. പൊതുവെ ഇത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ Pyqt4 മൊഡ്യൂളിൽ Q4 ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻസ്റ്റൻസ് ഡോട്ട് ക്വിറ്റിന് ശേഷം ഇവിടെ മെയിൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അടിക്കും. അപ്പോൾ ഈ 2 പാരന്തസിസ് ഇവിടെ ആഡ് ചെയ്യപ്പെടും. അത് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല, നമ്മളത് ഒഴിവാക്കും. ഓക്കെ, ഇനി നമ്മൾ ക്വിറ്റ്. ബൂം, നമ്മുടെ വിൻഡോ അതാ അപ്രത്യക്ഷമാകുന്നു. പെർഫെക്റ്റ്ലി വർക്കിംഗ്. സോ ഒരു ബട്ടൺ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ബട്ടണിൻ്റെ പേര് കൊടുക്കുക, ക്യൂട്ടിഗായ് ഡോട്ട് ക്യൂ പുഷ് ബട്ടൺ. ബട്ടണിൻ്റെ പുറത്ത് വരുന്ന ടെക്സ്റ്റ് എന്താ കൊടുക്കുക? ഏത് വിൻഡോയിലാണോ അത് വരേണ്ടത് അതിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ സെൽഫ് പാസ് ചെയ്തു. ഈ വിൻഡോയുടെ തന്നെ ഒബ്ജക്റ്റാണ് മൈ ബട്ടൺ. അതിനെ മൂവ് ചെയ്യിക്കാം. മൂവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീസൈസ് ചെയ്യാം. മൈ ബട്ടൺ ക്ലിക്ക് ഡോട്ട് കണക്ട് പറയുന്നൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് കോപ്പി. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. 2-3 തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പാർട്ടായി മാറും. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ആഡ് എ ബട്ടൺ. അങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് ഇത്രയും ചെയ്ത്. ഈ ഫംഗ്ഷൻ ഈ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഹോം ഫംഗ്ഷൻ നമ്മൾ ഈ ഷോക്ക് മുന്നിലായിട്ട് വിളിച്ചു. സെൽഫ് ഡോട്ട് ഹോം അവിടെ വിളിച്ചു. നമുക്കതിനെ താഴെ വിളിച്ചു നോക്കാം. ഷോക്ക് ശേഷം ഹോം വിളിച്ചു. ഓക്കെ, എന്ത് സംഭവിച്ചു? ബട്ടൺ കാണില്ല. കാരണം എന്താ? ബട്ടൺ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് അടങ്ങുന്ന ഫംഗ്ഷൻ ഷോക്ക് ശേഷമാണ് വിളിച്ചത്. അപ്പോൾ അതിന് മുന്നിൽ വിളിച്ചാലേ ബട്ടൺ നമുക്ക് അവിടെ പ്രത്യക്ഷമാകും. ഓക്കെ, ദാറ്റ്സ് ഹൗ വി ആഡ് എ സിമ്പിൾ ബട്ടൺ. ആൻഡ് ബട്ടണിന് നമ്മൾ ഫംഗ്ഷൻ ഒരു ഈവൻറ്റ് അതിനെ അസൈൻ ചെയ്യുന്ന ഡോട്ട് ക്ലിക്ക് ഡോട്ട് കണക്ട് എന്ന് പറയുന്ന ഈ ഒരു രൂപത്തിലാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ട്യൂട്ടോറിയൽ. അടുത്ത വീഡിയോയിൽ കാണാം. പൈത്തൺ മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ.
See you soon. Goodbye.